ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനമായിട്ടാണ് വന്നേക്കുന്നത്. മറ്റൊന്നുമല്ല, അവലും കൊണ്ട് ലഡുവാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഈ ഒരു കപ്പ് അല്ലെങ്കിൽ പാത്രം, ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം അവല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു കപ്പ് തേങ്ങയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ തിരുമ്മിയത്. അതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഈ അവലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ. ഈ ലഡു ഉണ്ടാക്കാനായിട്ട് ഏത് അവൽ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. മട്ടയവലും ഒക്കെ ഉണ്ടല്ലോ, ഏത് അവലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വെള്ള അവലാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പം അവലൊന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ തിരുമ്മിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തേങ്ങയ്ക്കകത്തെ ഈ വെള്ളമൊക്കെ ഒന്ന് പോയി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഒരുപാടങ്ങ് മൂത്ത് വരണ്ട. നല്ല ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നോടം വരെ നമുക്ക് ഈ തേങ്ങയും അവലും നല്ല അങ്ങോട്ട് ഇളക്കി കൊടുക്കാവേ. ഈ അവൽ നന്നായിട്ട് നമുക്കിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരണം. ആ ഒരു പാകമാകുന്നോടം വരെ നമുക്ക് ഈ അവൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനമാണ്. ഞാനിത് ഉണ്ടാക്കി 2-3 വട്ടം ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നല്ല ടേസ്റ്റിയാണെന്ന് തോന്നി, അതുകൊണ്ടാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവേ. അപ്പം ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് കുട്ടികളൊക്കെ വരുമ്പം ഭയങ്കര വിശപ്പല്ലേ എല്ലാവർക്കും. നേരത്തേന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുതേ. അതുപോലെ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ തേങ്ങയ്ക്കകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി, അതുപോലെ തന്നെ ഈ തേങ്ങയൊക്കെ ചെറുതായിട്ടൊരു ബ്രൗൺ കളറും, അതുപോലെ അവലും നമ്മുടെ നന്നായിട്ട് നമ്മൾ കൈ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരണം. ആ ഒരു രീതി ആകുന്നോടം വരെ ഇതുപോലെ ചെറുതീയിലിട്ട് ചൂടാക്കി ഒന്ന് എടുക്കാവേ. അതിന് ശേഷം എന്താണ്ട് നമ്മുടെ അവലും തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്, പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റി ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അകത്ത് ഒരു ശകലം പോലും വെള്ളം കാണാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ അവലും പിന്നെ ഈ തേങ്ങയും കൂടെ ഉള്ള ഈ മിക്സ് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാവേ. ഒരുപാടങ്ങ് ഫൈനായിട്ട് പൊടിഞ്ഞ് വരണ്ട, എന്നാലും ചെറിയ തരി വേണേ, എന്നാലേ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല രീതിക്ക് ഇരിക്കത്തുള്ളൂ. നല്ല സോഫ്റ്റ് ലഡുവാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ഹാർഡാവുമായിരിക്കുമെന്ന്, പക്ഷേ ഒരുപാട് ഹാർഡായില്ല കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേണ്ട, നമ്മൾ ഇത്രയും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതേ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് എന്തേലും മധുരമാണോ വേണ്ടത് ആ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 1/4 കപ്പ് ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ ശർക്കരയുടെ ഈ കട്ടയൊക്കെ അലുത്ത് നല്ല രീതിക്ക് ഇതൊന്ന് ഇതായിട്ട് വരട്ടെ. അതിന് ശേഷം നമുക്കുണ്ടല്ലോ ഇതൊന്ന് അരിച്ചെടുക്കണമേ. അപ്പം ഈ ശർക്കരയുടെ കളറ് പോലെ ഇരിക്കും നമ്മുടെ ലഡുവിൻ്റെ കളറ്. ശർക്കരയ്ക്ക് നല്ല കറുപ്പ് നിറമാണ് കേട്ടോ, അതുകൊണ്ട് അത്യാവശ്യം നല്ല കറുത്ത കളറിലായിരുന്നു കേട്ടോ നമ്മുടെ ലഡു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നല്ലപോലെ പൊടിയും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നേ. അരിച്ചെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ശർക്കരപ്പാനിയിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വേണ്ട നല്ലപോലെ ഇതങ്ങോട്ട് ഇളക്കി കൊടുക്കാവേ. ഈ ഇളക്കുന്നതിലാണ് നമ്മുടെ ഈ ലഡുവിൻ്റെ ഒരു ഇതിരിക്കുന്നത്. ഒരുപാട് ശർക്കരപ്പാനി കൂടിപ്പോവാനും പാടില്ല. മധുരം നോക്കിയിട്ട് വേണം നമ്മൾ. ഞാൻ അരക്കപ്പങ്ങ് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഈ നമ്മുടെ ഈ ഈ അവലിൻ്റെ ഈ മിക്സില്ലേ, അതിന് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ മധുരം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഒരുപാട് മധുരമാണെങ്കിൽ പന്നയല്ലേ. അതുകൊണ്ട് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഇതുപോലെ ശർക്കരപ്പാനിക്കകത്തോട്ട് ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും അയ്യോ പണി പാളിയോ വെള്ളം കൂടിപ്പോയോ എന്ന്. പക്ഷേ ഇല്ല, അത് നന്നായിട്ട് ഒന്ന് തോർന്ന് നല്ല രീതിക്കൊന്ന് വെള്ളമെല്ലാം വറ്റി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ അതിന് ഞാൻ ഇതിലോട്ട് ടേസ്റ്റ് ഒന്ന് ഇച്ചിരി കൂടാനായിട്ട് കുറച്ച് കാഷ്യൂവും അതുപോലെ തന്നെ കിസ്മിസും ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാവേ. ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ലഡുവിൻ്റെ പാകമായിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയി നല്ല രീതിക്ക് ഇതൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ രീതിക്കൊന്ന് ഉരുട്ടി എടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് ഒരു സാധനം കൂടെ ചേർക്കേണ്ടതുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, നെയ്യാണ് കേട്ടോ. നെയ്യ് 1 സ്പൂണ് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. നെയ്യ് നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ എങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഇത് നെയ്ക്കകത്ത് വറുത്താണെങ്കിൽ ഈ കാഷ്യൂവും കിസ്മിസും ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വേണ്ട നല്ല പോലെ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സായിട്ട് വരണം. ഈ കാഷ്യൂവും എല്ലാം കൂടെ ഈ നമ്മുടെ ഈ അവലിൻ്റെ ഈ മിക്സിലോട്ട് നല്ലതായിട്ടൊന്ന് ഇതായിട്ട് വരണം. ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വരണം. എന്നിട്ട് ഞാൻ ഒരു 2-3 ഏലക്ക ഒന്ന് ചതച്ചെടുത്തതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, ഒട്ടും തന്നെ കട്ടിയില്ല, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ലഡുവാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.